നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ഇത് മഹാഭാരതത്തിലെ ഒരു കഥയാണ് കേട്ടോ. അപൂർവങ്ങളായിട്ടുള്ള ചില പ്രത്യേക തരത്തിലുള്ള കഥകളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്ന് മഹാഭാരതത്തിലെ ഒരു കഥ. മഹാഭാരതത്തിലൊരു കഥയാണ്. പാണ്ഡവന്മാരിൽ ഒരാളാണ് ഭീമൻ. അതുപോലെ പാണ്ഡവരുടെ തന്നെ ഒരു ബന്ധു എന്ന് വെച്ചാൽ വളരെ അടുപ്പമുള്ള ഒരാളാണ് കീചകൻ. കഥയിൽ പറയൂ അദ്ദേഹം ആരാണെന്നൊക്കെ. കീചകൻ മരിച്ചു. ഈ കഥയുടെ പേര് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. ഇതാണ് കഥ. മഹാഭാരത യുദ്ധം നടക്കുന്നതിന് മുൻപുള്ള പാണ്ഡവരും കൗരവരും തമ്മിൽ, അതായത് പാണ്ഡുവിൻ്റെ മക്കളും ധൃതരാഷ്ട്രരുടെ മക്കളും തമ്മിലുള്ള ആ ഉഗ്രമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കെ എന്തിനു പറയണു, 12 വർഷം വനവാസം. പാണ്ഡവർ ചൂതുകളിയിൽ തോറ്റപ്പോൾ 12 വർഷത്തെ വനവാസം ആരും അറിയാതെ കാട്ടിൽ പോയി വനത്തിൽ താമസിക്കണം. അത് കഴിഞ്ഞ് അവർ 1 വർഷം അജ്ഞാതവാസം നടത്തണം. എന്താണ് ഈ അജ്ഞാതവാസം എന്ന് പറഞ്ഞാൽ? ആളറിയാതെ വേഷം മാറി ഇത് അർജുനനാണ് അല്ലെങ്കിൽ ഇത് പാഞ്ചാലിയാണ് എന്നുള്ളതൊന്നും അറിയാത്ത വിധത്തിൽ വേഷം മാറി ജീവിക്കണം. അതിനാണ് അജ്ഞാതവാസം എന്ന് പറയുക. ആ അജ്ഞാതവാസം നടത്തണം. അതിനുവേണ്ടി ഇവരുടെ 12 കൊല്ലത്തെ വനവാസം നടന്നു. ആ വനവാസകാലത്ത് പല രാക്ഷസന്മാരെ കൊല്ലുകയും ഭീമന് ഹിഡുംബി എന്ന രാക്ഷസിയായിട്ട് ഒരടുപ്പുണ്ടാവുകയും അങ്ങനെ പല കഥകളുമുണ്ട്. അതിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് അജ്ഞാതവാസകാലത്ത് ഉണ്ടായൊരു കഥയാണ് ഞാനിപ്പോൾ പറയുന്നത്. അജ്ഞാതവാസത്തിന് അവർ തിരഞ്ഞെടുത്ത രാജ്യം വിരാട രാജ്യമായിരുന്നു. ഈ വിരാട രാജ്യത്തെ രാജാവിന് ചൂതുകളിയിൽ വളരെ താല്പര്യമാണ്. അപ്പോൾ പാണ്ഡവരിൽ ആദ്യത്തെ ആളായ യുധിഷ്ഠിരൻ കുങ്കൻ എന്ന പേരിൽ ആ വിരാട രാജധാനിയിൽ ചെന്ന്, എനിക്ക് അസലായിട്ട് ചൂതുകളിയൊക്കെ അറിയാം കേട്ടോ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരണം, നമുക്കിങ്ങനെ കളിച്ചിരിക്കാമെന്ന്. അപ്പോൾ രാജാവിന് സന്തോഷമായി. എപ്പോഴും ഇങ്ങനെ ആരെങ്കിലുമായിട്ട് ചൂത് കളിക്കാന്ന് പറഞ്ഞാൽ ചതുരംഗം കളിച്ച് ഇരിക്കുന്നത് വലിയ ഇഷ്ടമായതുകൊണ്ട് കുങ്കനെ അവിടെ താമസിപ്പിച്ചു. അപ്പോൾ ഒരാൾ വേഷം മാറി വിരാട രാജധാനിയിൽ കൂടി. രണ്ടാമത്തെ ആളാണ് ഭീമൻ അവിടെ ചെന്നിട്ട് എന്ത് പറഞ്ഞു, ഒരു ജോലി നല്ല തണ്ടും തടിയും ശക്തിയൊക്കെ ഉള്ള ആളല്ലേ ഭീമൻ അവിടെ ചെന്ന് അവിടുത്തെ കാര്യസ്ഥനായിട്ടുള്ള ആളോട് പറഞ്ഞു, എനിക്കിവിടെ എന്തെങ്കിലും ഒരു ജോലി തരണം, എനിക്ക് ശമ്പളം വരെ തന്നില്ലെങ്കിലും വേണ്ടില്ല, കഴിക്കാനുള്ള ഭക്ഷണം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണം തരണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തന്നെ പാചകശാലയിലാക്കാം, ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് പറ്റൂല. അതൊക്കെ എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ പാചകശാലയിൽ ദഹനക്കാരെന്ന് വെച്ചാൽ പാചകക്കാരനായിട്ട് ഭീമൻ അവിടെ കൂടി. അദ്ദേഹത്തിൻ്റെ പേര് വലലൻ എന്നായിരുന്നു. ഈ വലലൻ പാചകക്കാരനായിട്ട് അവിടെ വന്നേക്കണത് ഭീമനാണെന്ന് കുങ്കനും അറിയാം, പാഞ്ചാലിക്കും അറിയാം. അവർക്ക് ചേട്ടനും അനിയനും തമ്മിലറിയാം. മൂന്നാമത്തെ ആളായ അർജുനന് പണ്ടൊരു ശാപം കിട്ടിയിട്ടുണ്ട്, സ്ത്രീയായിട്ട് 1 വർഷം വരെ ജീവിക്കുന്നത്. ആ ഒരു വരം ഒരു ശാപമാണെങ്കിൽ ഉർവശി എന്ന് പറയുന്ന അപ്സരസിൻ്റെ ശാപം അത് വളരെ രസകരമായൊരു കഥയാണ്. ഞാൻ ഇനി ഒരിക്കൽ പറയാം കേട്ടോ. ആ ശാപം മൂലമുള്ള ഉർവശി ശാപം ഇപ്പോൾ ഉപകാരമായി കിട്ടി. എങ്ങനെ? അർജുനൻ സ്ത്രീവേഷം കെട്ടി വിരാട രാജധാനിയിൽ കൂടി വിരാട രാജാവിൻ്റെ മകളായ ഉത്തരയെ നൃത്തം പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ നൃത്താധ്യാപികയായിട്ട് ബൃഹന്നള എന്നാണ് അപ്പോൾ ആ സ്ത്രീയുടെ പേര്. ബൃഹന്നള എന്ന പേരിലും കൂടി വിരാട രാജാവിൻ്റെ അടുത്ത്. പിന്നെ 4ാമത്തെ ആളും 5ാമത്തെ ആളും 2 പേരും കുതിരക്കാരന്മാരായി. പാണ്ഡവരിൽ നകുലനും സഹദേവനും. ഒരാൾ പശുക്കളെ മേഖല പശുപാലകനായി, ഒരാൾ കുതിരകളെ മേഖല കുതിരക്കാരനുമായി. അപ്പോൾ പുരുഷന്മാരായ 5 പേരും ഓരോ ദിക്കിൽ വേഷം മാറി വിരാട
ദേശത്ത് കൂടി. പിന്നെ പോയിട്ട് പാഞ്ചാലിക്ക് അസലായിട്ട് ഈ കുറിക്കൂട്ട് കൂട്ടാനൊക്കെ അറിയാം. എന്താ കുറിക്കൂട്ട്? അതായത് അലങ്കരിക്കാൻ, സ്ത്രീകളെ അലങ്കരിക്കാൻ, തലമുടിയൊക്കെ വളരെ ഭംഗിയിൽ ചിട്ടയായിട്ട് ചീകി കെട്ടി വയ്ക്കാനും, പൂക്കൾ വയ്ക്കാനും, വസ്ത്രധാരണം ഭംഗിയിൽ നടത്താനും, മുഖം മിനുക്കാനും, ചുണ്ടുകൾ ചോപ്പിക്കാനും, കണ്ണെഴുതിക്കാനും, തിലകം ചാർത്താനും, അങ്ങനെ സ്ത്രീകളെ മൊത്തത്തിൽ ആടയാഭരണങ്ങളൊക്കെ അത് സെറ്റ് ചെയ്ത് അണിയിച്ച് സുന്ദരിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഞാൻ ഇവിടെ രാജ്ഞിയുടെ കൂടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് രാജ്ഞിയോട് ചെന്ന് പറഞ്ഞു, എനിക്കിവിടെ ഒരു ജോലി തരുമോ? ഞാൻ അവിടുത്തെ മഹാറാണിയെ അലങ്കരിക്കാനായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം മഹാറാണി വിചാരിച്ചു, താനിപ്പോൾ സുന്ദരിയൊക്കെ തന്നെയാണ്, എന്നാലും തന്നെ ഒന്നും കൂടെ സുന്ദരിയാക്കുകയാണെങ്കിൽ ആവാലോ എന്ന് കരുതി ഈ സൈരന്ധ്രി എന്നുള്ള പേരാ സ്വീകരിച്ച പാഞ്ചാലി. സൈരന്ധ്രി എന്ന പേര് സ്വീകരിച്ച് അവിടെ കൊട്ടാരത്തിൽ തന്നെ കൂടി. അപ്പം എന്താ, രാജ്ഞിയുടെ കൂടെ അങ്ങനെ നടക്കുക, കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ രാജ്ഞിയുടെ തലമുടിയൊക്കെ ഉണക്കുക, ചീകി കെട്ടുക, പൂ വയ്ക്കുക, കണ്ണെഴുതുക, പൊട്ടിടുക, പട്ടുവസ്ത്രങ്ങളൊക്കെ കൊടുപ്പിക്കുക, ഇങ്ങനെ സുന്ദരിയാക്കിക്കൊണ്ട് നടന്ന് രാജ്ഞിയുടെ കൂടെ ഇങ്ങനെ നടക്കുക. അതാണ് സൈരന്ധ്രിയുടെ ജോലിക്കൂലി. അപ്പോൾ പാണ്ഡവർ 5 വിരാട രാജ്യത്ത് കൂടിയേ പാഞ്ചാലി കൂടിയേ. അപ്പോൾ ആ രാജ്ഞിയുടെ പേര് സുദേഷണ എന്നാണ്. ഈ സുദേഷ്ണ രാജ്ഞിയുടെ ആങ്ങള ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് കീചകൻ. അദ്ദേഹമാണ് ഈ രാജ്യത്തിൻ്റെ പടനായകൻ. നല്ല ശക്തിയും കരുത്തുമൊക്കെ ഉള്ള ആൾ, നല്ലൊരു യോദ്ധാവുമാണ്. അപ്പം രാജാവ് തൻ്റെ സഹോദരി ഇവിടുത്തെ റാണിയാണല്ലോ. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ കീചകൻ അവിടെ സുഖമായിട്ട് കുളിച്ചുണ്ട്, പിന്നെ ഈ സൈന്യങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് അവരുടെയൊക്കെ നേതൃത്വ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അങ്ങനെ പട നയിച്ച്, അതായത് വിരാട രാജാവിൻ്റെ പടത്തലവനായിട്ട് പട നയിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ താമസമാണ്. അപ്പോൾ അങ്ങനെ താമസിച്ച് കുറേ നാളായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മകളേ ഉള്ളൂ, ആ മകളാണ് ഉത്തര. താഴെ ഒരു ആൺകുട്ടി ഉണ്ട് കേട്ടോ വിരാട രാജാവിന്. ഉത്തരയുടെ വളരെ പ്രായം കുറഞ്ഞ ചെറിയ 5-6 വയസ്സുള്ള ഒരു ചെറിയ ആൺകുട്ടി, അത്രേ ഉള്ളൂ. അവിടെ ചെന്ന് താമസിച്ച് ഇവർക്കൊരു കൊല്ലം ഇവിടെ ഇങ്ങനെ അജ്ഞാതവാസത്തിൽ കഴിയണം. അവർ തമ്മിൽ അങ്ങുകൊണ്ട് രാത്രി ആരും കാണാതെ കൊണ്ട് ഇവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്യും. ഭീമസേനൻ സൈരന്ധ്രിയോട് പറഞ്ഞേക്കണേ പാഞ്ചാലിയോട്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എപ്പോഴും എൻ്റെ ഒരു നോട്ടം നിൻ്റെ നേരെയുണ്ട്. ഭീമൻ ഒന്ന് ഉള്ളപ്പോൾ പിന്നെ കൂട്ടായിട്ടുള്ളപ്പോൾ പിന്നെ പാഞ്ചാലി പേടിക്കണമല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഭീമനോളം തന്നെ കരുത്തുള്ള, ഭീമനോളം തന്നെ യുദ്ധപാടവമുള്ള, ഗദ്യൊക്കെ ചുഴറ്റണേനെ നല്ല പാടവ ഉള്ള ഒരാളായിരുന്നു കീചകൻ. കീചകൻ ഇങ്ങനെ അവിചാരിതമായിട്ടൊരു ദിവസം തനിക്ക് പാൽക്കഞ്ഞി കൊണ്ടുവന്നത് ഒരു പുതിയ ദാസിയാണ്. തൻ്റെ സഹോദരി സുദേഷ്ണ രാജ്ഞിയുടെ പുതിയ ദാസിയാണ്, ഞാൻ അങ്ങേക്കുള്ള പാൽക്കഞ്ഞി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് കീചകൻ്റെ അടുത്തേക്ക് ചെന്നു. കീചകൻ താമസിക്കുന്നത് വേറൊരു കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിൽ ചെന്നു അദ്ദേഹത്തിന് പാൽക്കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ വേഗം കീചകൻ പാഞ്ചാലിയെ ഇങ്ങനെ കയ്യിൽ പിടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ പാഞ്ചാലി, വേണ്ട, ഞാൻ ഇവിടുത്തെ മഹാറാണിയുടെ പുതിയ ഒരു വേലക്കാരിയാണ്, തോഴിയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നീ വാ, ഏത് സ്ത്രീകൾ എനിക്ക് വഴങ്ങും ഇവിടെ, കീചകൻ ഞാൻ സർവ്വസൈന്യാധിപനാണ് എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, എന്നെ ഉപദ്രവിക്കല്ലേ, രക്ഷിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പാഞ്ചാലി അപ്പം രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ എന്നാലും പാഞ്ചാലിക്ക് ഉള്ളിലൊരു പേടി കൂടി. ഈ കീചകൻ അവസരത്തിന് വേണ്ടി കാത്തുക്കുക, താരം കിട്ടിയാൽ തന്നെ ഉപദ്രവിക്കും എന്നുള്ള കാര്യം ഉറപ്പായി. ഉടൻ തന്നെ പാഞ്ചാലി എന്ത് പറഞ്ഞു, പാഞ്ചാലി എന്തു ചെയ്തു? ശരിക്കും പാഞ്ചാലിയാണല്ലോ സൈരന്ധ്രി പാചകപ്പരയിലേക്ക് ചെന്നു, ഒരു ഭക്ഷണം കഴിക്കാനെന്നുള്ള വ്യാജേന അവിടെ ചെന്നു. അത് കഴിഞ്ഞ് അങ്ങനെ പാഞ്ചാലി അവിടെ ചെന്നപ്പോൾ തന്നെ വലലന്, അതായത് ഭീമന് മനസ്സിലായി എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നും മനസ്സിലായി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഇവിടുത്തെ പടനായകൻ കീചകൻ ആളെന്നെ ഉപദ്രവിക്കുന്നു എനിക്ക് തോന്നുന്നു, എൻ്റെ കയ്യിൽ കയറി പിടിക്കാനൊക്കെ നോക്കി, പക്ഷേ ഞാൻ സമ്മതിച്ചില്ല, ഓടിപ്പോയി രക്ഷപ്പെട്ടു. എന്നാൽ ആ പടത്തലവൻ എനിക്കൊരു ഭീഷണി തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭീമൻ പറഞ്ഞു, ഓ നീ അത് പേടിക്കുന്നു വേണ്ട, നീ ഒരു കാര്യം ചെയ്യും, അദ്ദേഹത്തിനോട് നാട്യശാലയിലേക്ക് വിളിക്കുന്നില്ലേ, അപ്പോൾ സന്തോഷമാകും. നാട്യശാലയിലെ കട്ടിലിൽ ഞാൻ ചെന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും, അങ്ങ് എൻ്റെ കൂടെ ശയിക്കാനായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ക്ഷണിച്ചു എന്ന്. അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, ഞാൻ ശരിക്കും അവിടെ പോയി കിടക്കണം, അദ്ദേഹത്തെ കാത്തിരിക്കണം.
ഒന്നും വേണ്ട, നീ രാജി പറയണയിടത്ത് തോഴിമാരുടെ സ്ഥാനത്ത് തന്നെ പോയി കിടന്നു. പക്ഷെ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞേക്ക്, അദ്ദേഹം അങ്ങോട്ട് വരണം. അങ്ങനെ പാഞ്ചാലി ചെന്ന് പറഞ്ഞു, സൈരന്ധ്രി ചെന്ന് പറഞ്ഞു കീചകനോട്, അങ്ങ് നേരത്തെ ആഗ്രഹിച്ച കാര്യമുണ്ടല്ലോ എന്നോടൊത്ത് ശയിക്കണമെന്നുള്ളത്, അത് നാട്യഗ്രഹത്തിലാണെങ്കിൽ എനിക്ക് വിരോധമില്ല. അപ്പോൾ കീചകൻ പറഞ്ഞു, ഞാൻ വരാം, നാട്യഗ്രഹത്തിലേക്ക് ഞാൻ വരാം, എനിക്ക് വളരെ മോഹമുണ്ട് നിന്നോടൊപ്പം ശയിക്കണം. ഓ ശരി ശരി എന്നും പറഞ്ഞ് സൈരന്ധ്രി പറഞ്ഞു. അപ്പം ശരി, രാത്രി നാട്യശാലയിൽ കാണാം എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് റെഡിയായി, ഞാൻ ആ കട്ടിലിൽ കിടന്നുറങ്ങുന്നുണ്ടാവും എന്ന്. നേരെ സന്ധ്യയായി. കീചകൻ കുളിയൊക്കെ കഴിഞ്ഞ് വിശേഷഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് സർവത്ര പ്രത്യേകതരം സുഗന്ധക്കൂട്ട് കുറിക്കൂട്ടൊക്കെ തൊട്ട് വളരെ അതീവ സുന്ദരനായിട്ട് നാട്യശാലയിലേക്ക് ചെന്നു. അപ്പോൾ അതിനു മുൻപേ പാഞ്ചാലിയുടെ ഒരു സാരിയൊക്കെ എടുത്ത് ചുറ്റി സ്ത്രീവേഷം കെട്ടി ഭീമൻ അതിനകത്ത് കയറി കട്ടിലിൽ കയറി കിടന്നു. അപ്പം എന്താ കീചകൻ ചെല്ലുമ്പോൾ അവിടെ ഭീമൻ കിടക്കുക. ഭീമനെ കണ്ടപ്പോൾ കീചകന് തോന്നിയത് പാഞ്ചാലിയാണ്, കാരണം സാരിയൊക്കെ പാഞ്ചാലിയുടെ അല്ലേ. അവിടെ ചെന്ന് പാഞ്ചാലി അങ്ങോട്ട് ആലിംഗനം ചെയ്യാമെന്ന് കരുതി അങ്ങോട്ട് കയറി പിടിച്ച വഴിക്ക് കിടന്നോണ്ട് അങ്ങോട്ട് പിടിച്ച വഴിക്ക് സൈരന്ധ്രിക്ക് പകരം അവിടെ കിടന്നിരുന്ന ഭീമസേനൻ, അതായത് അവിടെ അറിയണത് വലല്, ഒരൊറ്റ തിരിയലും കൂടി തിരിഞ്ഞ് കീചകൻ്റെ കഴുത്തിലങ്ങോട്ട് പിടിച്ചു. കഴുത്തിൽ പിടിച്ചപ്പോൾ കീചകൻ ഞെട്ടിപ്പോയി. പാഞ്ചാലിക്ക് ഇത്ര കരുത്തോ? സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇത് പാഞ്ചാലി അല്ലല്ലോ. പാഞ്ചാലി അല്ല എന്ന് മാത്രമല്ല, നല്ല വണ്ണം പൊക്കം കരുത്തുള്ള ഒരുത്തരാ അത് എന്ന് കരുതി. നിങ്ങൾ ആരാ എന്ന് ചോദിക്കാനായിട്ട് എങ്ങനെയാണ് പറ്റണേ? തൊണ്ടയിലല്ലേ പിടിച്ചേക്കണത്, കൈവരിൽ കുത്തി പിടിച്ചേക്കുക. ഭീമൻ ഇങ്ങനെ കൊങ്ങയ്ക്കാൻ പിടിച്ചു. എന്തിനു പറയണു? ഭീമൻ്റെ ആ പിടുത്തത്തിൽ ശ്വാസം മുട്ടി കീചകൻ അങ്ങ് മരിച്ചുപോയി. കീചകൻ അങ്ങോട്ട് വിറച്ച് നിന്നിങ്ങനെ പിടിച്ച് തൊണ്ടയിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് ഭീമനങ്ങോട്ട് അമർത്തൽ കൂട്ടി വന്ന ശ്വാസം നിലച്ചപ്പം അങ്ങോട്ട് വിട്ടു. അപ്പം കീചകൻ അങ്ങോട്ട് താഴെ വീണു. ചോര ഛർദ്ദിച്ച് കീചകൻ അവിടെ ചത്തു വീണു. ഭീമനൊന്നും അറിയാത്ത പോലെ പാചകശാലയിലേക്ക് പോവുകയും ചെയ്തു. ആളുടെ ജോലി പാചകമാണല്ലോ. അവിടെ ചെന്നു പതിവ് പോലെ കിടക്കാറുള്ളടുത്ത് കിടന്നുറങ്ങി. കാലത്ത് എണീറ്റ് തൻ്റേതായ ജോലികളൊക്കെ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് നേരം വെളിച്ചായി കഴിഞ്ഞിട്ട് കീചകനെ പതിവ് പോലെ പരിചാരകർ ചെന്ന് വിളിക്കാറുണ്ട്. അദ്ദേഹം എനിക്ക് വന്ന് രാവിലത്തെ ആഹാരത്തിന് അവിടെ കൊണ്ട് കൊടുക്കുകയൊക്കെ വേണം. അതിനു വേണ്ടി ഒരു ദാസി അവിടെ ചെന്നപ്പോൾ അദ്ദേഹം താഴെ വീണ് കിടക്കണു. മാത്രമല്ല ചോരങ്ങനെ ഛർദ്ദിച്ചേക്കണു. ദാസി ഓട്ടി കണ്ട കാവൽക്കാരോട് പറഞ്ഞു, അയ്യോ ദേ നമ്മുടെ സൈന്യാധിപൻ അവിടെ ചോരയിൽ കുളിച്ചു കിടക്കണം എന്ന്. കേട്ടവരെ ഓടി വന്നു നോക്കി. രാജാവ് വന്നു, റാണി വന്നു നോക്കി. റാണി കുലിക്ക് വിളിച്ചു, തൻ്റെ സഹോദരനാണല്ലോ, കുലിക്ക് വിളിച്ചു. അപ്പോഴല്ലേ അറിയണേ, തോട്ട് നോക്കിയപ്പോൾ മരിച്ചിട്ട് സമയം കുറേ, ശരീരമൊക്കെ തണുത്തു. അപ്പോൾ വേഗം പറഞ്ഞു, അയ്യോ എൻ്റെ സഹോദരൻ മരിച്ചു, എൻ്റെ ആങ്ങളെ മരിച്ചു എന്നും പറഞ്ഞു റാണി അങ്ങോട്ടൊക്കെ അറിയാൻ തുടങ്ങി. വന്നു നോക്കിയപ്പോൾ ശരിയാ, കീചകൻ മരിച്ചു. ആരെ ഈ കീചകനെ കൊന്നായി? മറിച്ചിട്ടപ്പോൾ തന്നെ ഒരു പരിക്കൂല. കഴുത്തും നല്ല നീലമായിട്ട് കിടക്കുക. അപ്പം കഴുത്ത് ഞെക്കിയാൽ കൊന്ന. ഇത്ര കരുത്തുള്ളത് ആരത് ഇവിടെ വന്ന് കഴുത്ത് ഞെക്കി കൊന്ന എന്നൊക്കെ അന്വേഷിച്ചു. പല ആൾക്കാരും പല വഴിയൊക്കെ അന്വേഷിച്ചു, ഒരു പിടുത്തം കിട്ടില്ല. ഇങ്ങനെ അപ്പോഴത്തേക്കും പാണ്ഡവർ അവിടെ ചെന്ന് താമസിച്ചിട്ട് ഏതാണ്ട് ഒരു കൊല്ലക്കാവാറായിട്ടുണ്ട്. ഇങ്ങനെ ഈ വാർത്ത ഹസ്തിനപുരിയിലെത്തി. ഹസ്തിനപുരിയിലെന്ന് വെച്ചാൽ ഈ അജ്ഞാതവാസകാലത്ത് ഇവരെ കണ്ടുപിടിച്ചാൽ, പാണ്ഡവരെ കണ്ടുപിടിച്ചാൽ കരാർ എങ്ങനെയാണെന്നോ, ചൂതിൽ തോറ്റതിൻ്റെ ശിക്ഷ. ആദ്യം 12 കൊല്ലം വനവാസം, പിന്നെ 1 കൊല്ലം അജ്ഞാതവാസം. അജ്ഞാതവാസം 1 കൊല്ലമുള്ള സമയത്ത് അവരെ കണ്ടുപിടിച്ചാൽ അവരെ വീണ്ടും 12 കൊല്ലം വനവാസം. അപ്പം അവർക്ക് നാട്ടിലേക്ക് വരാൻ നേരം ഉണ്ടാവില്ല. അപ്പം ഈ വാർത്ത കേട്ടു, കീചകൻ മരിച്ചു, വിരാട രാജ്യത്തിലെ പടത്തലവൻ കീചകൻ മരിച്ചു എന്ന് കേട്ടു.
കേട്ട വഴിക്ക് ഇവർക്ക് മനസ്സിലായി കീചകനോളം ശക്തിയുള്ളവനായിട്ട് ഈ ലോകത്ത് ഒരേ ഒരാളേ ഉള്ളൂ. മല്ലയുദ്ധത്തിൽ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരുത്തനേ ഉള്ളൂ. അത് വേറെ ആരുമല്ല, ഭീമസേനനാ. പാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനൻ. അതുകൊണ്ട് ചത്തത് വിരാട രാജ്യത്ത് വെച്ച് വിരാട രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായ കീചകനാണ്. കീചകൻ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് കൗരവർക്ക് മനസ്സിലായി. അതാണ് ഈ കഥ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ആരാന്ന് അന്വേഷിക്കേണ്ട, ഭീമൻ തന്നെ. ഭീമനല്ലാണ്ട് ഒരാൾക്ക് കീചകനെ കൊല്ലാൻ പറ്റില്ല. ഇതാണ് ഇന്നത്തെ കഥ. ഈ കഥ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കൂ. അടുത്തുള്ള അമ്മൂമ്മമാർക്ക് പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും. ആകുമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എൻ്റെ ചാനലാണ് കഥകൾ അതിസാഗരം. ഞാൻ മാലതി വാര്യർ. കഥകൾ അതിസാഗരം ഒരു പ്രചാരണം നിങ്ങൾക്കാകുന്ന വിധത്തിൽ ഈ ചാനലിന് കൊടുക്കും. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.